ഒരു ബന്ധത്തിൽ ഏറ്റവും മോശം പ്രവണതയാണല്ലോ പൊസസീവ്നെസ്. പൊസസീവ്നെസ് എന്ന് പറഞ്ഞാൽ അമിത സ്നേഹം എന്നൊക്കെ പറയാം. അതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് വളരെ മോശമാണ്. അതായത് പിന്നാലെ വിളിച്ചുകൊണ്ടിരിക്കുക, സംശയിച്ചുകൊണ്ടിരിക്കുക, അന്വേഷിച്ചുകൊണ്ടിരിക്കുക, ഒരു സ്വൈര്യം കൊടുക്കാത്ത അവസ്ഥ ഉണ്ടാവുക. ഇതൊക്കെയാണ് പൊസസീവ്നെസിന്റെ ലക്ഷണം. ഇത് കാണിക്കുന്ന ആളുടെ പ്രശ്നം കൊണ്ടായിരിക്കണമെന്നില്ല എപ്പോഴും ഉണ്ടാവുന്നത്. ചിലപ്പോൾ മറ്റേ വ്യക്തിയുടെ പ്രശ്നം കൊണ്ടും ഉണ്ടാവാം. ഉദാഹരണം പറയാം, ഒരു ഭാര്യയാണ് പൊസസീവ്നെസ് കാണിക്കുന്നത്. അങ്ങനെയുള്ള ഭാര്യയുടെ മുന്നത്തെ അനുഭവം പറയാം. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ 3 വർഷമൊന്നും ഒട്ടും പൊസസീവ്നെസ് അവർ കാണിച്ചിരുന്നില്ല. അതായത് ഇവിടെ പോയാലും അന്വേഷിക്കുകയോ ചോദിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ആ ഇടക്കാണ് ഇയാളുടെ ഫോണിൽ ചില ചാറ്റുകൾ, മോശം ചാറ്റുകൾ, സെക്സ് ചാറ്റുകളൊക്കെ കാണുന്നത്. അതിനുശേഷം എന്ത് വന്നു? ഒരു ഡൗട്ട് വന്നു. പിന്നീട് ആ ഡൗട്ടിൽ മേൽ ഓൾറെഡി സ്നേഹമുണ്ട്. അപ്പൊ എന്റെ സ്നേഹം കുറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ എന്നേക്കാളും അട്രാക്റ്റീവായ മറ്റു പെണ്ണുള്ളത് കൊണ്ടായിരിക്കോ എന്നുള്ള ചിന്തകൾ കൊണ്ടും വികലമായ പല പ്രശ്നങ്ങൾ കൊണ്ടും പല ഡൗട്ട് കൊണ്ടും അവര് പിന്നാലെ പോകുന്ന അവസ്ഥ ഉണ്ടാവും. അതാണ് പൊസസീവ്നെസ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് മിക്ക കേസിലും പൊസസീവ്നെസ്സിന് കാരണം അത് അനുഭവിക്കുന്ന വ്യക്തി തന്നെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു കാരണമുണ്ടെങ്കിൽ അത് തിരുത്താൻ നമ്മൾ തയ്യാറാവണം. മാത്രവുമല്ല, ചിലപ്പോൾ എന്നല്ല, മിക്ക കേസിലും പ്രൊഫഷണൽ ഹെൽപ്പ്, സൈക്കോളജിസ്റ്റിന്റെ സപ്പോർട്ടൊക്കെ വേണ്ടി വരും.